ഇപ്പോൾ ഏർലി എസ്റ്റിമേറ്റ്സ് അനുസരിച്ച് ഇപ്പം ലോക്കൽ ഓർഡിനറി ബസ്സുകളിലും ഫാസ്റ്റിലും സൂപ്പർ ഫാസ്റ്റിലും ഒക്കെ കൂടെ ഈ ഫ്രീ സർവീസ് സ്ത്രീകൾക്ക് കൊടുക്കാം എന്ന് തീരുമാനിച്ചാൽ 90 കോടി രൂപ 100 കോടി രൂപയുടെ എന്തോ എക്സസ് പണമാണ് ഒരു മാസം കണ്ടെത്തേണ്ടതെന്നാണ് പറയുന്നത്. ഞാൻ പറയുന്നത് ഇത് എക്സിസ്റ്റിംഗ് കണക്കുകളുടെ അടിസ്ഥാനത്തിലാണ്, അത് നിലവിലുള്ള ട്രാവൽ വോളിയം അനുസരിച്ചിട്ടാണ് ഈ പറയുന്നത്. വൺസ് ഇത് ഫ്രീ ആയി കഴിഞ്ഞാൽ ഇപ്പോൾ KSRTC ആശ്രയിക്കാത്ത എത്രയോ ആൾക്കാർ വീണ്ടും അതിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ 2 വീലർ ഉപയോഗിക്കുന്ന ആൾക്കാർ 2 വീലർ വേണ്ട നമുക്ക് ഫ്രീ അല്ലേ എന്ന് പറഞ്ഞിട്ട് അത് ഉപയോഗിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ 100 എന്ന് പറയുന്നത് ചിലപ്പോൾ 110 120 ഒക്കെ ആവാനുള്ള സാധ്യതയുണ്ട്. എന്നുവെച്ചാൽ ഇത് ഒരു മാസം അല്ലെങ്കിൽ ഒരു വർഷം 5 വർഷം എക്സ്ചക്കർ ഉണ്ടാക്കുന്ന ബാധ്യത എത്രയാണ്? ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള ഒരു ഓഫറെങ്കിലുമാണോ അത് സ്ത്രീകൾക്ക്? അതെന്താ എന്താ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര എന്താ അതിൻ്റെ കാര്യം? ഒരു സ്ത്രീക്ക് 50,000 രൂപ അല്ലെങ്കിൽ 1 ലക്ഷം രൂപ ശമ്പളമുള്ള ഒരു സ്ത്രീ ഉണ്ടെങ്കിൽ അവർക്ക് ബസ്സിൽ പോകുമ്പോൾ 20 രൂപയുടെ ടിക്കറ്റ് എടുക്കേണ്ടതെന്നാണ് പറയുന്നത്. നിങ്ങളെന്താ ഉദ്ദേശിക്കുന്നത്? ഞാൻ പറഞ്ഞത് ആർക്കാണോ സപ്പോർട്ട് ആവശ്യമുള്ളത് ആ കാറ്റഗറിക്ക് നിങ്ങൾ കേറ്റർ ചെയ്യുക എന്നുള്ളതിന് പകരം എല്ലാവർക്കും ഇത് കൊടുത്തതുകൊണ്ട് എന്താ കാര്യം? അഫോർഡ് ചെയ്യാൻ പറ്റുന്ന സ്ത്രീകൾ പലരും ഇതിനോടകം പറയുന്ന പോലെ ബെൻസും BMW ഒക്കെ വീട്ടിലുള്ള ആൾക്കാർ അതവിടെ ഇട്ടതിന് ശേഷം KSRTC ബസ്സിൽ ഫ്രീ ആണെന്ന് പറഞ്ഞ് പോകുന്നതുകൊണ്ട് എന്ത് തരത്തിലുള്ള സാമൂഹ്യ സേവനവും സോഷ്യലിസവും നിങ്ങൾ നടപ്പാക്കാൻ പോകുന്നത്? എനിക്ക് തോന്നുന്നില്ല. ആ രീതിയിൽ അത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ തന്നെ തെറ്റാണ്. എവിടെയാണോ ആൾക്കാർക്ക് റിക്വയർമെൻറ്റ് അവർക്കത് കൊടുക്കാനാണെങ്കിൽ ഈ പണം ഒരേ സെറ്റ് ഓഫ് പണം കൊണ്ട് എത്ര നാൾ ഈ സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും? അല്ലേ? എല്ലാ സ്ത്രീകൾക്കും കൊടുക്കുന്നതുകൊണ്ടായിരിക്കും ഈ 90 കോടി രൂപ അവർ എസ്റ്റിമേറ്റ് ചെയ്യുന്നത്. എല്ലാ സ്ത്രീകൾക്കും വേണമെങ്കിൽ ചിലപ്പോൾ 15 കോടി രൂപ ആയിരിക്കും, അല്ലെങ്കിൽ 20 കോടി രൂപയായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇതിപ്പോൾ ഒരു മാസം ചിലവാക്കേണ്ട പൈസ കൊണ്ട് നിങ്ങൾക്ക് എത്ര മാസം ഓടിക്കാം? ആ രീതിയിൽ ചിന്തയില്ല. കാരണം അത് പറഞ്ഞാൽ വോട്ട് കിട്ടില്ല. വോട്ട് കിട്ടണമെങ്കിൽ അതിനുള്ള ഒറ്റ ബ്ലാങ്കറ്റ് കോളാണ് എല്ലാ സ്ത്രീകൾക്കും KSRTC ബസ്സുകളിൽ സൗജന്യ യാത്ര. ഒരു റെസ്ട്രിക്ഷൻ കൊണ്ടുവന്നാൽ പോലും അത് പ്രഖ്യാപനത്തിന് വിരുദ്ധമായി മാറുമെന്നുള്ളതാണ് വസ്തുത. അത് പ്രഖ്യാപനത്തിനോട് നീതി പുലർത്തണമെങ്കിൽ എല്ലാ ബസ്സുകളിലും ഇത് കൊടുക്കേണ്ടി വരും. പ്രാക്ടിക്കലാണോ? അല്ല. പിന്നെ എന്തിനാ അത്തരത്തിലുള്ള പ്രഖ്യാപനം? നമ്മൾ പറഞ്ഞോ കോൺഗ്രസ്സേ നിങ്ങളിത് പറയൂ എന്നാരെങ്കിലും പറഞ്ഞു? കോൺഗ്രസ്സുകാർ തന്നെ നമ്മളോട് പറഞ്ഞു അല്ലേ? എന്നിട്ട് എന്ത് ചെയ്തു? നമ്മുടെ ഇലക്ഷനെ മത്സരിച്ചിരുന്ന കാൻഡിഡേറ്റ്സ് കോൺഗ്രസിൻ്റെ സീനിയറായിട്ടുള്ള ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാരോടൊപ്പം ബസ്സുകളിൽ കയറിയിട്ട് അവിടെ സ്ത്രീകളോട് ഇതിൻ്റെ ബ്രോഷേഴ്സ് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു ദാ യാത്ര മുഴുവനും നമ്മൾ വരുന്ന സമയം മുതൽ മെയ് 15 മുതൽ ഇനി ഫ്രീ എന്ന് പറഞ്ഞു. അത് പ്രചാരണത്തിന് ഉപയോഗിക്കുകയും ചെയ്തു. ഏറ്റവും പ്രധാനപ്പെട്ട 5 ഗ്യാരണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ മാനിഫെസ്റ്റോയിൽ ഓപ്പണിംഗ് സ്പെഷ്യൽ പേജാണ്. അതിൽ തന്നെ പറയുന്നത് സൗജന്യ യാത്ര എന്നാണ്. കണ്ടീഷൻ സപ്ലൈ ഒന്നും ഇല്ല കേട്ടോ, സ്റ്റാർ ഒന്നും ഇട്ടിട്ടില്ല. ഇല്ല. ഈ കോൺഗ്രസിന്റെ ഈ ഇന്ദിരാ ഗ്യാരണ്ടികൾക്ക് മൊത്തത്തിൽ ഇങ്ങനെ ഒരു പ്രശ്നമില്ലേ? ഇത്തരത്തിൽ അത് പ്രായോഗികമായി നോക്കുമ്പോൾ അതിനൊരു ബുദ്ധിമുട്ട് നേരിടുന്ന ഒരു പ്രശ്നമില്ലേ? തീർച്ചയായിട്ടും. അതാ ഞാൻ പറയുന്നത്, നമ്മളെപ്പോഴും ഒരാളിനോട് വാഗ്ദാനം പറയുന്ന സമയത്ത് നമുക്ക് എവിടെ നിന്നാണ് പണം കണ്ടെത്തുന്നത്? അതല്ലെങ്കിൽ നമുക്ക് പുതിയ ധനാഗമ മാർഗ്ഗങ്ങൾ വേണം. എന്താണ് എൻ്റെ കളക്ഷൻസ് ഇമ്പ്രൂവ് ചെയ്യാൻ, എൻ്റെ റവന്യൂ ഇമ്പ്രൂവ് ചെയ്യാൻ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? ഏതെങ്കിലും തരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഇവിടെ നടക്കുന്നുണ്ടോ? പുതിയ ഏതെങ്കിലും ബിസിനസ്സുകൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടോ? പുതിയ ഏതെങ്കിലും വലിയ സംരംഭങ്ങൾ ഇവിടെ നടക്കുന്നുണ്ടോ? എന്താ ഇവിടെ നടക്കുന്നത്? എങ്ങനെയാണ് എൻ്റെ റവന്യൂ കൂടുന്നത്? എനിക്ക് നിലവിലുള്ള പൈസയ്ക്കകത്ത് 1 രൂപ കിട്ടുവാണെങ്കിൽ 80 പൈസയും ഞാൻ ഈ സാധനങ്ങൾക്ക്, നോൺ പ്രൊഡക്റ്റീവ് സാധനങ്ങൾക്ക് കൊടുക്കാനേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ ഈ കടം വാങ്ങുന്നുണ്ട്. ഇപ്പം നേരത്തെ സൂചിപ്പിച്ചതുപോലെ എല്ലാ സ്റ്റേറ്റുകളും കടം വാങ്ങുന്നുണ്ട്, ഇന്ത്യ കടം വാങ്ങുന്നുണ്ട്, അമേരിക്ക കടം വാങ്ങുന്നുണ്ട്, എല്ലാവരും കടം വാങ്ങുന്നുണ്ട്. ഈ കടം വാങ്ങുന്നതിൻ്റെ മേജർ പോർഷൻ ഹാസ് ടു ഗോ ഇൻ ബിൽഡിംഗ് യുവർ ഇൻഫ്രാസ്ട്രക്ചർ, സംവിധാനം. അതിൽ നിന്ന് കിട്ടുന്ന ലാഭത്തിൽ നിന്നാണ് നമ്മുടെ ഈ റീപേയ്മെൻറ്റ് സത്യത്തിൽ പോകേണ്ടത്. ഇപ്പം ഞാനിതിനെ ഒരു പാലം ഉണ്ടാക്കുന്നു, ഞാനിതുകൊണ്ട് ഒരു വലിയൊരു സ്ഥാപനം ഉണ്ടാക്കുന്നു, മേ ബി ഒരു പാർക്ക്, ഒരു ഇൻഡസ്ട്രിയൽ പാർക്ക് ഉണ്ടാക്കുന്നു. അതിനാണ് ഞാൻ ഈ പണം ചെലവഴിക്കുന്നതെങ്കിൽ വൺസ് ഇറ്റ് സ്റ്റാർട്ട്സ് ഫങ്ഷണൽ, ബിക്കംസ് ഫങ്ഷണൽ, സ്റ്റാർട്ട്സ് ഓപ്പറേറ്റിംഗ്, എന്താ ചെയ്യുക? എനിക്കിതിൽ നിന്ന് പൈസ കിട്ടും, റവന്യൂ കിട്ടും. പക്ഷേ ഞാൻ ആർക്കെങ്കിലും പെൻഷൻ കൊടുത്തുകൊണ്ട് എന്താ എനിക്ക് കിട്ടുന്നത്? ഞാൻ ആൾക്കാർക്ക് കൊണ്ടുവന്ന് ശമ്പളം കൊടുത്താൽ എന്താ കിട്ടുന്നത്? ഞാൻ ഓൾറെഡി എടുത്തിരിക്കുന്ന വായ്പയുടെ പലിശ ഞാൻ തിരിച്ചടച്ചു കഴിഞ്ഞാൽ എനിക്ക് എന്താ കിട്ടുന്നത്? അപ്പോൾ എനിക്ക് ഈ കിട്ടുന്ന പൈസ, ഞാൻ സ്പെൻഡ് ചെയ്യുന്ന പൈസ ഈസ് ഡെഡ് മണി. എനിക്കതിൽ നിന്ന് വേണ്ട ഒന്നും ഇങ്ങോട്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ കടമെടുക്കുമ്പോൾ കേന്ദ്ര സർക്കാർ എടുക്കത്തില്ല, അവരെടുക്കത്തില്ലെന്ന് വെച്ചാൽ ഉണ്ട്. അവരതുകൊണ്ട് എന്താ ചെയ്യുന്നത്? അവരതുകൊണ്ട് ഇൻവെസ്റ്റ് ചെയ്തതിന് ശേഷം അവരതിൽ നിന്ന് ലാഭം ഉണ്ടാക്കിയിട്ട് ആ ലാഭത്തിൽ നിന്ന് അവർ ഒരു വിഹിതം മൊത്തത്തിലുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നു, മൊത്തത്തിലുള്ള എക്സ്ചക്കറിലേക്ക് പോകുന്നു, ഇതിൻ്റെ റീപേയ്മെൻറ്റിലേക്ക് പോകുന്നു. അങ്ങനെ വരുന്നതുകൊണ്ടാണ് നടക്കുന്നത്. അല്ല നമ്മളും എല്ലാവരും കടം മേടിക്കുന്നു, നമ്മളും കടം മേടിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമൊന്നുമില്ല. ഇതിൻ്റെ ഭാഗമായി തന്നെ ഈ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക്, ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ക്ഷേമ പ്രവർത്തനങ്ങൾ റിട്ടേൺ ഇല്ലാത്തതാണ് ക്ഷേമ പ്രവർത്തനങ്ങൾ എന്ന് കരുതി ഒരു ഗവൺമെന്റിന് ക്ഷേമ പ്രവർത്തനങ്ങളെ ഇല്ലാതാക്കാൻ പറ്റില്ലല്ലോ.
ഇതുപോലെ തന്നെ പെൻഷൻ കൊടുക്കുക എന്ന് പറയുന്നത്, ഗവൺമെന്റ് സർവീസിലുള്ള ആളുകൾക്ക് സാലറിയേക്കാൾ കൂടുതൽ പെൻഷൻ വാങ്ങുന്ന ആളുകൾ വരെ ഉണ്ട്. അപ്പൊ ഇതൊന്നും നിർത്തലാക്കാനോ അതിനൊന്നും കുറയ്ക്കാനോ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടല്ലോ നമുക്ക്. ഇപ്പം വി ഡി സതീശൻ പറയുന്നത് പോലെ 1 വർഷം കൂടി ഏജ് കൂട്ടിയിട്ട് പെൻഷൻ കൊടുക്കുന്നത് 1 വർഷം വൈകിപ്പിക്കാവുന്നേ പറ്റുള്ളൂ, അങ്ങനെയൊക്കെ നമുക്ക് പറ്റുള്ളൂ. അപ്പൊ ഈ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് കൊടുക്കുന്നത് ഡെഡ് മണിയാണ്. പക്ഷെ അത് കൊടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ നമുക്ക്. ഇല്ല, ചില കാര്യം ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ബസ് സർവീസ് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു സ്ഥലം, വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഇവിടെയുള്ളൂ. ഒരു താരതമ്യേന റിമോട്ട് എന്ന് പറയാവുന്ന അല്ലെങ്കിൽ മറ്റ് വലിയ ലാർജർ സിറ്റീസിൽ നിന്നൊക്കെ ഡിസ്കണക്റ്റഡ് ആയിട്ടുള്ള ഒരു വില്ലേജ്, ഒരു റിമോട്ട് വില്ലേജ്, അവിടെ ഒരു സ്കൂള് അല്ലെങ്കിൽ അവിടെ ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രം, ഇതൊക്കെ റൺ ചെയ്തുകൊണ്ട് പോകണമെന്നുണ്ടെങ്കിൽ ലോസ് ആയിരിക്കും. പക്ഷേ എന്ന് എഴുതിയത് ഇല്ലാതിരിക്കാൻ പറ്റില്ല. അവിടെയുള്ള വിദ്യാർത്ഥികൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വേണം, അവിടെയുള്ള ആൾക്കാർക്കും അസുഖം ഉണ്ടെങ്കിൽ പോകാനായിട്ടൊരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രം വേണം, അവിടെയുള്ള ആൾക്കാർക്കും ഗതാഗത സംവിധാനം വേണം. അത് സർക്കാർ കൊടുത്തേ മതിയാകും. അത് ഏറ്റവും എലമെൻ്ററി ആയിട്ടുള്ള നമുക്ക് ഡേ ടു ഡേ ലൈഫിന് വേണ്ടുന്ന കാര്യങ്ങളാണ്. പക്ഷെ മറ്റ് പല പ്രഖ്യാപനങ്ങളും ഓൺ ടോപ്പ് ഓഫ് ഇറ്റാണ്. അങ്ങനെയുള്ള കാര്യങ്ങളാണ് മറ്റേ ഈ റേവഡി കൾച്ചർ എന്നൊക്കെ പറഞ്ഞിട്ട് BJP-ക്കാർ പറയുന്ന പോലത്തെ ഒരു ഫ്രീ ബി പൊളിറ്റിക്സ്, ആ രീതിയിലത്തേക്കുള്ള ഒരു പൊളിറ്റിക്സ്, ആ രീതിയിലത്തേക്കുള്ള വാഗ്ദാനങ്ങൾ കൊടുക്കുന്ന സമയത്ത് അത് എക്സ്ചക്കറിനുണ്ടാക്കുന്ന ഭാരം എത്രയാണെന്നുള്ളത് നോക്കണം. ഇപ്പോൾ നമ്മൾ ഒരു സ്ഥലത്ത് ബസ് സൗകര്യം വളരെ കുറവുള്ള സ്ഥലം ഉള്ളതും കൂടെ നിർത്തലാക്കുക എന്ന് പറയുന്നത് പോലെയല്ല, അത് ദ്രോഹമാണ്. എന്ന് പറയുന്നത് പോലെയുള്ള ഒരു കാര്യമല്ല എല്ലാ സ്ത്രീകൾക്കും സൗജന്യ യാത്ര എന്ന് പറയുന്നത്. ഇത് നെസസിറ്റി ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല, മറ്റേത് നെസസിറ്റി ആണ്, അത് ചെയ്തേ പറ്റൂ. ഇത് ബാലൻസ് ചെയ്യണം. ഇപ്പോൾ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്, ഇപ്പോൾ ഹരീഷ് പറഞ്ഞ അതേ സാധനം, അതായത് ഇത് കുറച്ച് ലാഭത്തിൽ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ പെൻഷൻ പ്രായം ഉയർത്തണം. അപ്പോൾ ആൾക്കാർക്ക് എക്സ്ട്രാ 1 വർഷത്തെ സർവീസ് വല്ലതും കൊടുക്കണം. എന്നാൽ മാത്രമേ നമുക്കിതിൻ്റെ ബാധ്യത കുറയ്ക്കാൻ പറ്റുള്ളൂ. ആ 1 വർഷവും ഇവർക്ക് ശമ്പളം കൊടുക്കണം, പിന്നീടാണ് അവരുടെ പെൻഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതൊരു നല്ല ട്രേഡ് ഓഫ് ആണെന്ന് തോന്നുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു പ്രശ്നം, ഈ സിസ്റ്റത്തിന് പുറത്ത് ജോലിക്ക് വേണ്ടി നിൽക്കുന്ന വേറെ കുറേ ആൾക്കാരാണ്. അപ്പോൾ ആ ആൾക്കാർ എന്തായിരിക്കും പറയുക, അതൊക്കെ യുവാക്കളെ പരിഗണിക്കുന്നില്ല. ഇപ്പോൾ തന്നെ PSC ലിസ്റ്റുകളെല്ലാം തന്നെ എക്സ്പയർ ആയി പോയിക്കൊണ്ടിരിക്കുന്നു, അതിനെ എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എക്സ്പയർ ആകുന്നു എന്ന് പറഞ്ഞിരിക്കുന്ന ആൾക്കാരിൽ എത്ര ആൾക്കാർ ഇതിനെ സ്വീകരിക്കും, സ്വാഗതം ചെയ്യും? ചെയ്യാനുള്ള സാധ്യതയില്ല. അപ്പോൾ ഈ ട്രേഡ് ഓഫ് എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല. ഞാൻ പറഞ്ഞ അതുകൊണ്ട് നമ്മൾ ഈ കൺവെൻഷണൽ മാർഗ്ഗങ്ങളൊക്കെ മാറിയതിന് ശേഷം നമുക്കല്ലാതെ പണം ഒപ്പിക്കാനായിട്ട് ഇവിടേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുവരാനായിട്ട് എന്താണ് മാർഗം? ഇവിടെ എന്തെങ്കിലും ഡെഡ് അസറ്റ് ഉണ്ടോ, നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതുണ്ടോ? ഇങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കണം. ആ കാര്യങ്ങൾ നോക്കിയിട്ട് കൊണ്ടുവന്നെങ്കിലല്ലാതെ ഈ സംവിധാനം ഓടില്ല. ഇപ്പോൾ 5 വർഷം കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ഉള്ള പൊതുകടം 5 ലക്ഷം എന്ന് പറയുന്നതിനെ 5 ലക്ഷം കോടി എന്ന് പറയുന്നതിനെ 7 ലക്ഷം കോടി രൂപയാക്കിയിട്ട് പോവുക എന്ന് പറയുന്നതല്ലല്ലോ അതിൻ്റെ ഒരു ഭരണത്തിൻ്റെ രീതി എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവർ തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്, നമുക്ക് 3 ടൈപ്പ് ഓഫ് ബോറോയിങ്സ് റിസർവ് ബാങ്കിൽ നിന്ന് ചെയ്യാൻ പറ്റും. അതിൽ WMA ഉണ്ട്, ഓവർ ഡ്രാഫ്റ്റും ഉണ്ട്. കഴിഞ്ഞ വർഷം 2025 സ്റ്റേറ്റ് ഓടിയിരിക്കുന്നതിൽ ഏതാണ്ട് 200 ചില്ലുവാനം ദിവസങ്ങൾ ഓടിയിരിക്കുന്നത് മുഴുവനും WMA എക്സ്പെൻസസിലും ബോറോയിങ്സിലും, 84 ദിവസം എന്തോ ഓടിയിരിക്കുന്നത് ഓവർ ഡ്രാഫ്റ്റിലുമാണ്. എന്ന് വെച്ചാൽ കടത്തിൽ ഓടുന്ന ഒരു സംസ്ഥാനം എന്ന രീതിയിലാണ്. എവിടെയൊക്കെ പുതിയതായിട്ട് പൈസ വരുന്നത്? ഇപ്പം സർക്കാർ മാറി എന്ന് കരുതിയിട്ട് പൈസ പുതുതായിട്ട് വരുന്നില്ല, തല മാറുന്നേ ഉള്ളൂ. ഈ സംവിധാനം അത് തന്നെയാണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിലും ഒക്കെ GST കളക്ഷൻസ് ഇമ്പ്രൂവ് ചെയ്യാം, മറ്റേത് മറിച്ചതൊക്കെ ചെയ്യാം. പക്ഷേ നമ്മൾ ഈ പറയുന്ന ഡിമാൻഡിനെ മീറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലത്തേക്കുള്ള പൈസ അപ്പോഴും ഇല്ല. അതെവിടെ നിന്ന് വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിനാരെങ്കിലും ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പൈസ ഇല്ലല്ലോ, ഞങ്ങളത് ധവളപത്രം ഇറക്കിയില്ലേ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം വിത്ത് ഓർ വിത്തൗട്ട് ദ ധവളപത്രം യു ന്യൂ വി ഡിഡ് നോട്ട് ഹാവ് ഫണ്ട്സ്. അപ്പോൾ ഇതിനുള്ളൊരു മാർഗം എന്ന് പറയുന്നത്, ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ച് ഇതിനുള്ളൊരു മാർഗം എന്ന് പറഞ്ഞത് നേരത്തെ പറഞ്ഞതുപോലെ നിക്ഷേപങ്ങൾ ആകർഷിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ നിക്ഷേപങ്ങൾ ആകർഷിക്കാൻ വേണ്ടി തന്നെ നമ്മുടെ മുഖ്യമന്ത്രി പറയുന്നത് ഹെൽത്ത് മേഖലയിൽ, KSRTC മേഖലയിൽ, ജലഗതാഗത മേഖലയിലൊക്കെ പ്രൈവറ്റ് നിക്ഷേപങ്ങളെ ആകർഷിക്കുക എന്നുള്ളതാണ്. അതൊരു പ്രോപ്പറായിട്ടുള്ള നല്ലൊരു മാർഗമായിട്ട് കരുതുന്നുണ്ടോ? അത് മതിയോ? ഞാനിപ്പോൾ കരുതുന്ന ഒരു കാര്യം, ഈ ടൂറിസം എന്ന് പറയുന്ന ഒരു കാര്യം നമ്മളിപ്പോഴും സ്റ്റിൽ നമ്മളതിനെ വേണ്ട രീതിയിലേക്ക് ഉപയോഗിക്കുന്നില്ല. അപ്പോൾ നമ്മൾ തന്നെ എവിടെയൊക്കെയോ പോകുന്ന സമയത്ത് നമുക്ക് മനസ്സിലാകും അവിടുത്തെ ഡെഫിഷ്യൻസീസ് എന്താണെന്ന് നമുക്ക് മനസ്സിലാകും. ഇന്ന രീതിയിൽ ഇത് ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ എത്രത്തോളം നല്ലതായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കും. അപ്പോൾ അത് പ്രൈവറ്റ് എൻറ്റിറ്റീസിനാണ് കൊടുക്കുന്നതെങ്കിൽ അങ്ങനെ കൊടുക്കുക, സർക്കാർ അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ ബിൽഡ് ചെയ്യുകയാണെങ്കിൽ ബിൽഡ് ചെയ്യുക, പൈസ കിട്ടുന്നതാണെങ്കിൽ ചെയ്യുക, ഇതൊക്കെ ചെയ്യുക. കാരണം നമ്മൾ ഇത്രത്തോളം ബ്ലെസ്ഡ് ആണ്, നമ്മുടെ നാച്ചുറലായിട്ടുള്ള ഒരു ബ്യൂട്ടിയിൽ ഇത്രത്തോളം
ബ്ലെസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റിൽ ഒരു 2 ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ തമ്മിൽ വളരെ ചെറിയ ഡിസ്റ്റൻസും സമയവും മാത്രം കൊണ്ട് എത്താൻ പറ്റുന്ന ഒരു സ്ഥലത്ത് ഈ രീതിയിലത്തേക്കല്ല ടൂറിസം പോകേണ്ടത്. അപ്പോൾ അതിൽ യാതൊരു വിധത്തിലുള്ള ഡൗട്ടും ഇല്ല. അതിന് നമ്മൾ എന്ത് പേര് വിളിച്ചാലും, മെഡിക്കൽ ടൂറിസം എന്ന് വിളിച്ചാലും വേറൊരു ടൈപ്പ് ഓഫ് ടൂറിസം എന്ന് വിളിച്ചു കഴിഞ്ഞാലും എന്താണെന്നുണ്ടെങ്കിലും നമുക്കതിനെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് സാധിക്കുക എന്നുള്ളത് പ്രധാനമാണ്. അപ്പോൾ അത് ചെയ്യേണ്ടതാണ്. പക്ഷേ ആ ഒരു മേഖല കൊണ്ട് മാത്രം പറ്റില്ല. നമ്മളിപ്പോൾ പറയും വലിയ ടൈപ്പ് ഓഫ് ഹെവി ഇൻഡസ്ട്രീസ് ഇവിടെ പറ്റില്ല. ഓക്കെ, എന്നാൽ പിന്നെ എന്തൊക്കെ ടൈപ്പ് സാധനങ്ങൾ പറ്റും? ഇപ്പോൾ സെമി കണ്ടക്ടറിന് പറ്റുമോ? വേറെ ഏതെങ്കിലും ടൈപ്പ് ഓഫ് ഇൻഡസ്ട്രീസിന് പറ്റുമോ? നമ്മൾ ഉള്ള കപ്പാസിറ്റിയേക്കാൾ കൂടുതൽ കപ്പാസിറ്റി സ്പേസ് ബിൽഡ് ചെയ്യാനായിട്ട് പറ്റുമോ? നമുക്ക് IT-ക്ക് പറ്റുമോ? എവിടെ എന്തിനാണ് പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മേഖലയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യണം. അതല്ല നമ്മളിങ്ങനെ അത് പറ്റില്ല ഇത് പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാനല്ലല്ലോ. എന്ത് പറ്റും എന്നുള്ളതിനെ പറ്റി പറയണം. നമുക്ക് പ്രോഫിറ്റബിൾ ആകുന്ന കാര്യങ്ങൾ വേണം. നമ്മൾ ഈ ട്രഡീഷണൽ ആയിട്ടുള്ള മാർഗ്ഗങ്ങൾ മാത്രം നോക്കിക്കഴിഞ്ഞാൽ അത് അത്രത്തോളം പ്രോഫിറ്റബിൾ അല്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പറ്റുന്ന രീതിയിലത്തേക്കുള്ള പുതിയ മാർഗ്ഗങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കിയതിന് ശേഷം അവിടെ നിന്ന് നമ്മൾ പണം കണ്ടെത്താൻ നോക്കണം. സത്യത്തിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം. നമ്മൾ ഈ പൊളിറ്റിക്കലി ഇലക്ഷന് വരുന്ന സമയത്ത് ഈ മാനിഫെസ്റ്റോ വെക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ മാനിഫെസ്റ്റോയിൽ എന്തും പറഞ്ഞുകൂടെ? അപ്പോൾ എനിക്ക് വേണമെങ്കിൽ മത്സരിക്കുകയാണെങ്കിൽ പറയാം, എല്ലാ വീട്ടിലും ഓരോ ഹെലിപ്പാഡ് നിർമ്മിച്ച് തരും എന്ന് വേണമെങ്കിൽ പറയാം. അല്ല, എനിക്കൊരു അക്കൗണ്ടബിലിറ്റി ഇല്ല. ഞാനിത് പറയുന്നത് എനിക്ക് നടപ്പാക്കേണ്ടതിൻ്റെ ഒരു ബാധ്യതയില്ല. സത്യത്തിൽ നമ്മുടെ നാട്ടിലെ അക്കൗണ്ടബിലിറ്റി ഉള്ള രാഷ്ട്രീയ പാർട്ടികൾ ചെയ്യേണ്ടത് പണത്തിൻ്റെ സ്ട്രക്ചർ കാണിക്കുക. ഈ ഒരു പദ്ധതി ഞാൻ പറയുന്ന സമയത്ത് എനിക്ക് കണ്ടെത്തേണ്ടത് പണം ഇത്രയാണ്, ഈ പണം ഞാൻ ഇങ്ങനെയാണ് കണ്ടെത്തുന്നത് അങ്ങനെ പറയാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും 3 മേജർ രാഷ്ട്രീയ പാർട്ടികളുടെയും മാനിഫെസ്റ്റോ ഒറ്റ പേജേ കാണത്തുള്ളൂ. ഞാൻ പറഞ്ഞത്, നിങ്ങൾ എവിടെ നിന്നാണ് ഉമ്മൻചാണ്ടി ഗ്യാരണ്ടി, ഇന്ദിരാ ഗ്യാരണ്ടിക്കുള്ള പണം കണ്ടെത്തുന്നത്? ഒരു മാസത്തെ ചെലവ് ഇത്രയാണ്, ഞാൻ ഇന്ന രീതിയിൽ പണം കണ്ടെത്തുന്നത്. അപ്പോൾ എൻ്റെ ഇപ്പോഴത്തെ ധനസ്ഥിതി അനുസരിച്ച് ഇത്രയാണ് എൻ്റെ റവന്യൂ, ഇത്രയാണ് എൻ്റെ എക്സ്പെൻഡിച്ചർ, എനിക്ക് ഇത്രയാണ് നീക്കിയിരിപ്പില്ല, കടമെടുക്കുകയാണ്, ഞാൻ ഈ പണം ഇതിന് കൊണ്ടുവരും. അപ്പോൾ കാണുമ്പോൾ തന്നെ ആൾക്കാർക്കറിയാം ഇത് നടപടിയാവില്ല. ഇവിടുത്തെ ഒരു വലിയ ഗുണം ആൾക്കാർക്കുള്ളത് ആരെ എന്തും പറഞ്ഞിട്ട് കജോൾ ചെയ്തിട്ട് കയ്യിലെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഹെലിപ്പാഡ് വേണം തരാം, എല്ലാവർക്കും വേണമെങ്കിൽ ഒരു F-16 തരാം, കയ്യിൽ വെച്ചു. ഇതൊക്കെ വേണമെങ്കിൽ പറയാം. ഒരു അക്കൗണ്ടബിലിറ്റി ഇല്ല. എന്താ നടപ്പാക്കുന്നത്? ഇവിടെ അത്രയും വലിയ ക്ലെയിം അല്ലാത്തതുകൊണ്ടായിരുന്നല്ലോ വീട്ടമ്മമാർക്ക് മൊബൈൽ ഫോൺ, എല്ലാ വീട്ടമ്മമാർക്കും മൊബൈൽ ഫോൺ, എല്ലാ വീടുകളിലും ഒരു ലാപ്ടോപ്പ്. ഇതൊക്കെ നമ്മൾ കേട്ടതല്ലേ? എവിടെയെങ്കിലും വന്നു? എല്ലാ വീട്ടിലും മറ്റേ K-ഫോൺ വരുമെന്ന് പറഞ്ഞ് എവിടെ വന്നു? ഞാൻ പറഞ്ഞു, ഇതൊക്കെ പറഞ്ഞ ആൾക്കാരെ കളിപ്പിക്കാൻ പറ്റും. എന്നിട്ട് ഇതൊക്കെ ഇംപ്ലിമെൻ്റ് ചെയ്യാത്തതിന് 100 കൂട്ടം ന്യായവും പറയാൻ പറ്റും. അങ്ങനെ നമ്മളിതെല്ലാം കേട്ട് കബളിപ്പിക്കപ്പെടാനായിട്ടിരിക്കുക. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഇത്രയും വലിയ ടോൾ ക്ലെയിംസ് പറഞ്ഞില്ലെങ്കിൽ ഇത്തവണ അധികാരം ഒരുപക്ഷെ കിട്ടുമായിരുന്നു. അത് നിയർ സർട്ടൻ ആയിരുന്നു. ഇതിപ്പോൾ വെറുതെ ഒരു കുഴി കുഴിച്ചിട്ട് അതിലേക്ക് ചെന്ന് ചാടുന്ന അവസ്ഥ കോൺഗ്രസിന് വരിക. ഇത് ഇപ്പോൾ ആളുകൾ ഇപ്പം നേരത്തെ പറഞ്ഞതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പം നമ്മളൊരു വാഗ്ദാനം നടത്തുമ്പോൾ ആ വാഗ്ദാനത്തിന്റെ ഫണ്ടിങ് എങ്ങനെയാണ് എന്ന് കൃത്യമായിട്ട് ബോധിപ്പിക്കാൻ പറ്റണം, ജനങ്ങളെ ബോധിപ്പിക്കാൻ പറ്റണം. അപ്പൊ ഈ ജനങ്ങൾക്ക് ഇത് ചോദിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. ഇപ്പൊ ഇന്ദിരാ ഗ്യാരണ്ടി പ്രഖ്യാപിക്കുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും വാഗ്ദാനങ്ങൾ പറയുമ്പോൾ ഇതിന്റെ ഫണ്ട് എവിടെ, ഇതെങ്ങനെ നിങ്ങൾ കണ്ടെത്തുന്നു ചോദിക്കാൻ പറ്റുന്നില്ല. എന്തുകൊണ്ടാണ്? ഇത് ജനങ്ങൾ മൊത്തം പൊളിറ്റിക്കലി ഇല്ലിറ്ററേറ്റ് ആണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അല്ല, നമുക്ക് അതിന്റെ അവന്യൂസ് ഇല്ലാത്തതുകൊണ്ടാണ്. ഇപ്പോൾ ഒരു ചെറിയ ഉദാഹരണം പറയാം. ആറന്മുള മണ്ഡലം, അവിടെ നേരത്തെ ഉണ്ടായിരുന്ന ആരോഗ്യമന്ത്രി വീണ ജോർജും കോൺഗ്രസിന്റെ അബിൻ വർക്കിയും പിന്നെ BJPക്ക് കുമ്മനം രാജശേഖരൻ. അന്ന് ഉണ്ടായിരുന്ന ഒരു പ്രസ് ഇൻട്രാക്ഷൻ, ഈ ആൾക്കാരെല്ലാം കൂടി ഉണ്ടായിരുന്ന ഒരു ഇൻട്രാക്ഷനിൽ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് അബിൻ വർക്കി സംസാരിച്ചത്, എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത്, അത് എത്രത്തോളം ഒരു പക്ഷേ അബിൻ്റെ ഒരു പോപ്പുലാരിറ്റി വർദ്ധിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് ഈസിലി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്ന് വെച്ചാൽ അവിടെ നടക്കുന്നത് നമ്മൾ US മോഡലിൽ, നമുക്കിവിടെ വേണ്ടത് US മോഡലുള്ള പ്രസിഡൻഷ്യൽ ഡിബേറ്റ്സ് ഇല്ല. ഈ ഇലക്ഷൻ വരുന്ന സമയത്ത് പ്രസിഡൻഷ്യൽ കാൻഡിഡേറ്റ്സ് വന്നിട്ട് ഓരോ വിഷയം എടുത്തതിന് ശേഷം സംസാരിക്കണം. അതേപോലെ ഒരു സംസാരിക്കുന്ന ഒരു വെന്യൂ ഉണ്ടാവുകയും ആൾക്കാർക്ക് അല്ലെങ്കിൽ മാധ്യമപ്രവർത്തകർക്ക് ചോദ്യം ചോദിക്കാനുള്ള ഒരു അവസരം ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഈ ടോൾ ക്ലെയിംസ് മുഴുവൻ അവിടെ വീഴും. അവിടെ വന്ന് കോൺഗ്രസിനോട് ചോദിച്ചാൽ മതി, ഓക്കെ, നിങ്ങളുടെ ഈ 5 ഗ്യാരണ്ടി, ഈ ഗ്യാരണ്ടി സ്റ്റേറ്റ് എക്സ്ചക്കറിനുണ്ടാക്കുന്ന അധിക ബാധ്യത എത്ര, ആ അധിക ബാധ്യത നിങ്ങൾ എങ്ങനെ കണ്ടെത്താനാണ് ഉദ്ദേശിക്കുന്നത്? കഴിഞ്ഞു. അവിടെ വെച്ച് പരിപാടി തീർന്നു. നമ്മളിവിടെ സത്യത്തിൽ ഇത് നടപ്പാക്കാൻ പോയത് എങ്ങനെയാണെന്നറിയാം. KSRTCയിലെ സൗജന്യമാണ് എന്ന് പറഞ്ഞിട്ട് അവസാനം KSRTC ഈ പ്രഖ്യാപനം എല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഇൻറ്റേർണലി അവർ ഈ എക്സ്പെൻസ് എത്രയാണ് എന്ന് കണ്ടെത്താനായിട്ടുള്ള ഒരു മാർഗം പിന്നീട് തുടങ്ങി. അതായത് ഇത് നടപ്പാക്കേണ്ടി വന്നാൽ എന്താണ് ഇതിൻ്റെ ബാധ്യത, അറിയാതെ എത്ര സ്ത്രീകൾ യാത്ര ചെയ്യുന്നുണ്ട് എന്നുള്ളതിന് കണക്കെടുക്കുന്നത്. പക്ഷെ ഇതൊന്നും അറിയാതെയാണ് മറ്റേ ഈ സാധനം എഴുതി വിടുന്നത്, ഗ്യാരണ്ടി എഴുതി വിടുന്നത്. ഞാൻ പറഞ്ഞാൽ അങ്ങനെ ചെയ്തിട്ട് എന്താ കാര്യം? അങ്ങനെ പറഞ്ഞിട്ട് യാതൊരു വിധത്തിലുള്ള കാര്യമില്ല. അപ്പോൾ ഇവിടെ വേണ്ടതെന്ന് വെച്ചാൽ അത്തരം റെസ്പോൺസിബിലിറ്റിക്ക് വേണമെങ്കിൽ നമുക്ക് ഈ പറയുന്ന പോലെ പ്രസിഡൻഷ്യൽ ഡിബേറ്റ്സിന് ഇക്വലൻ്റ് ആയിട്ടുള്ള ഡിസ്കഷൻസ് ഉണ്ടാവണം.
പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഇവിടെ മുഖ്യമന്ത്രി കാൻഡിഡേറ്റ് ഇല്ലല്ലോ. മുഖ്യമന്ത്രി കാൻഡിഡേറ്റ് എന്ന് പറയുന്നത് CPM മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കോൺഗ്രസിന് മുഖ്യമന്ത്രി കാൻഡിഡേറ്റ് ഇല്ല, BJPക്ക് മുഖ്യമന്ത്രി കാൻഡിഡേറ്റ് ഇല്ല. പിന്നെ ആരെ കൊണ്ടുവന്ന് നമ്മൾ ചർച്ച നടത്തും? അല്ലെങ്കിൽ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പ്രധാനപ്പെട്ട പാർട്ടി ഒരു റെപ്രസെൻറ്റേറ്റീവ്സിനെ അല്ലെങ്കിൽ 1-2 റെപ്രസെൻറ്റേറ്റീവ്സിന് വെക്കുക. എന്നിട്ട് നിങ്ങൾ ഇതേപോലെ തന്നെ പബ്ലിക്ലി ബ്രോഡ്കാസ്റ്റ് ചെയ്യപ്പെടുന്ന ഡിസ്കഷൻസിന് വരിക എന്ന് പറഞ്ഞാൽ ഈ പരിപാടി മുഴുവൻ അപ്പോൾ പൊളിയുന്നേ.